It's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you all. Have a fantastic positive day. Dear friends, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ? ഒന്നാന്തരം വേൾഡ് കപ്പ് നടക്കുകയല്ലേ. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇച്ചിരി മടുപ്പായിരുന്നു എക്സസൈസ് ചെയ്യാനൊക്കെ വരാൻ. പിന്നെ പന്ത് കളി കാണുമായിരുന്നു. സെമി ഫൈനലെല്ലാം കണ്ടു. അതിന് മുമ്പ് കാണുന്നുണ്ടായിരുന്നു. അതെല്ലാം മിഡ് നൈറ്റ് ആയതുകൊണ്ടേ 3:30 ആകുമ്പോൾ തീരുമാനം. പക്ഷേ സൂപ്പറായിരുന്നു അല്ലേ ആ കളികൾ കണ്ടപ്പോഴേ. അർജൻറ്റീനയുടെ ആ ഒരു കളി, അത് ഈജിപ്റ്റുമായിട്ടുള്ള കളി 2 ഗോളിന് പുറകെ നിൽക്കുമ്പോൾ പോലും ഞാൻ സശ്രദ്ധം വീക്ഷിക്കുക. അവരുടെ ബോൾ പാസിങ്ങിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റത്തിലോ ക്യാപ്റ്റൻസിയിലോ ഒന്നും ഒരു ദേഷ്യഭാവം നമുക്ക് കാണാൻ കഴിയും. അവർ വളരെ സ്നേഹത്തോടെ ഔദാര്യത്തോടെ അവരുടെ ഡ്യൂട്ടി ചെയ്യുക, കളികൾ മുന്നോട്ട് പോവുക. അങ്ങനെ അവർ 1, 2, 3 ഗോൾ തിരിച്ചടിച്ച് വിജയം വരിച്ചു. അപ്പം ഞാൻ ഓർത്തു അതൊരു സാധാരണ ഇമ്പാക്റ്റാണ്. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരായ കളിയിലും ഇത് തന്നെ സംഭവിച്ചു. ഇംഗ്ലണ്ട് 1 ഗോൾ അടിച്ചു. അതിനുശേഷം അവർ ഡിഫൻസിലേക്ക് മാറി. അവർ മുഴുവൻ താരങ്ങളും 11 പേരും ഡിഫൻസിൽ നിൽക്കുക. അപ്പോൾ ഇവരാ ബോളും അടി ചുറ്റും കറങ്ങുക. കറങ്ങുമ്പോഴെല്ലാം അവർക്കറിയാം ഒരു ഗോളി ഒരു പിന്നിലാണെന്ന്. പക്ഷേ ആ സ്നേഹത്തോടെ അവരുടെ പാസിങ്, അതായത് ഇത്രയും ശക്തന്മാർ, ലോകത്തിലേക്ക് അടികെട്ടിയവന്മാരാണ് ഇംഗ്ലണ്ടുകാർ. അവർ ശകലം അറ്റാക്കിംഗ് മൂഡുള്ളവരുമാണ്. അവരുടെ മുമ്പിലേക്ക് മെസ്സിയുടെ നേതൃത്വത്തിൽ അവർ ഇരച്ച് കയറി ഗോളടിച്ചല്ലേ, വിൻ ചെയ്തു. സൂപ്പർ കളി, ആർക്കും വിമർശിക്കാൻ പറ്റുമായിരുന്നു. എന്തെങ്കിലും ഒരു കുറവ് ആ പാസിങ്, അത് എത്ര വലിയ സന്നിഗ്ധ ഘട്ടമാണെങ്കിലും അവരുടെ പാസിംഗ് ആണ്, ബോൾ പാസിങ്. അതുപോലെ തന്നെ മെസ്സി ലോകാരാധ്യനാണ്, ലോകം ആരാധിക്കുന്ന മനുഷ്യനാണ്, $1000 കോടി ആസ്തിയുള്ള ആളാണ്. പക്ഷേ മെസ്സി എത്ര വിനയാനിതന. മെസ്സിക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി 4 പേരെയാണ് ഇംഗ്ലണ്ട് ഇട്ടിരുന്നത്, 4 പേരെ. അത് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ പറയുണ്ടായി, മെസ്സിയെ ഞങ്ങൾ ഉറക്കുമെന്ന് പറഞ്ഞല്ലേ. മെസ്സി ഉറങ്ങിയോ? ഇല്ല. ബുദ്ധിപൂർവ്വം പുള്ളി എന്ത് ചെയ്തു, ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് അല്പം മാറി ബാക്കിലേക്ക് മാറി കളിച്ചു, സഹായിച്ചു കൊടുത്തു, ബോളിട്ടു. മെസ്സിയെ അവർ ഏത് തരം ആക്രമിക്കും. മെസ്സിയെ പരിക്കേൽക്കാനും പാടില്ല. ഫൈനൽ വരുന്നു. മെസ്സി എന്ത് ചെയ്തു, മറ്റുള്ളവരെ മുമ്പിൽ ഇട്ടിട്ട് അവർക്ക് ബോൾ കൊടുത്തു. അങ്ങനെ അതാണ് ആ ഒരു ലീഡറുടെ എല്ലാ ഖ്യാതിയും എനിക്ക് വേണം, എല്ലാ ഗ്ലാമറും എനിക്ക് വേണം. ചിലർ ചിന്തിക്കത്തില്ലേ, അത് മണ്ടന്മാരാണ്. അൾട്ടിമേറ്റ്ലി ഖ്യാതി ആർക്കാ? ക്യാപ്റ്റനും ക്യാപ്റ്റൻസിക്കുവാ. ആര് ഗോൾ അടിച്ചു എന്നുള്ളതല്ല. ഓഫ് കോഴ്സ് ബോളിന് ബൂട്ട് കിട്ടും, ഗോൾഡൻ ബൂട്ട് കിട്ടുമൊക്കെ ശരിയാണ്. പക്ഷേ മെസ്സി എടുത്ത തന്ത്രം, തനിക്കെതിരെ മുഴുവൻ ശക്തിയും എടുത്ത് ഒരു ടീം വരുന്ന കണ്ടപ്പം അദ്ദേഹം പതുക്കെ ഒന്ന് ഒതുങ്ങി, ഒന്ന് മുന്നോട്ട് പിള്ളേരെ വിട്ടു, സഹായിച്ചു, ഗോളടിച്ചു, വിൻ ചെയ്തു. അതാണ് നമ്മൾ കാണേണ്ടത്. വി ഷുഡ് ബി എ മോഡൽ ടു അതേഴ്സ്. ഈ കണ്ടോ, മെസ്സി കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം മാത്രം മതി പ്ലേയേഴ്സിന് മുന്നേറിട്ട് പോകാനുള്ള ആ ഒരു ആത്മബലം കിട്ടാൻ അല്ലേ. ഒരു മിടുക്കനായ ഒരപ്പന്, തൻ്റെടിയായ അപ്പന്, കഴിവും പ്രാപ്തിയുള്ള അപ്പന് എന്തിനു മക്കളെ ഉപദേശിക്കണം? അയാൾ ജീവിച്ചാൽ പോലെ അയാളുടെ മക്കളും അയാളെ പോലെ തന്നെ ആയി വരും. അതായത് വി ഷുഡ് ബി എ മോഡൽ ടു അതേഴ്സ്. നമ്മുടെ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് ഒരു മുന്നേറാനുള്ള അവസരം കൊടുക്കുന്നത്. നമ്മൾ ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ എങ്ങനെ പെരുമാറും? നമ്മുടെ മക്കളെ ഒത്തിരി ഉപദേശിക്കണ്ട, മക്കളെ ഒത്തിരി ഉപദേശിക്കും. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഒത്തിരി ഉപദേശിക്കണ്ട, നമ്മൾ പ്രവൃത്തി കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ ബിഹേവ് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലൊരു മുതിർന്ന ആൾ വരുന്നു, അയൽക്കത്തെ വീട്ടിലെ ഇച്ചിരി പാവപ്പെട്ട വീട്ടിലെയാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ പണം കുറവ്, നമ്മളവരെ ബഹുമാനിക്കും, ഓടിച്ചെന്ന് സ്വീകരിക്കുന്നു, കൊണ്ട് കസേര സെറ്റിയിൽ ഇരുത്തുന്നു, അല്ലെങ്കിൽ സോഫയിൽ ഇരുത്തുന്നു. വൈഫിനോട് ഒരു ചായ എടുക്കാമോ എന്ന് ചോദിക്കുന്നു. ചായ എടുക്കാമോ എന്ന് ചോദിച്ചാൽ ചായ എടുക്കും. അത് പിന്നെയും എടുക്കാമോ എന്നൊക്കെ ചോദിക്കും.
ചായക്കൂടി വർത്താനം പറയുന്നു, ബിഹേവ് ചെയ്യുന്നു, തോളെ തട്ടി വിടുന്നു, അതിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ചിലപ്പം ഒരു 5000 രൂപ കടം മേടിക്കാമെന്നായിരിക്കും നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ 2 കാര്യം: ഒന്നായാലും നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും, 2 നിങ്ങളുടെ മകൻ കൊടുക്കാൻ പഠിക്കും, അല്ലെങ്കിൽ മകൾ കൊടുക്കാൻ പഠിക്കും. യു ഷുഡ് ബി എ മോഡൽ ഫോർ അതേഴ്സ്. അങ്ങനെയാണ്, ഉപദേശിക്കേണ്ട, പ്രവർത്തിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു നിങ്ങളുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരത് കണ്ടുപഠിക്കും. ഓരോ കാര്യവും നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നു, പ്രാർത്ഥന കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞാൽ ഒരു ശകലം ഫയൽ നോക്കാണ്ട് ഫയലൊക്കെ എടുത്ത് നോക്കി, ബുക്കൊക്കെ ആക്ടിങ് റൂള് ഫയൽ നോക്കാന്ന് ആളുകളുടെ വിചാരം എന്തോ ഒപ്പിടുക. അങ്ങനല്ല. ഞാനും ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ 14 വർഷം ഇരുന്ന ആളാണ്. സ്പെഷ്യൽ ഗ്രേഡ് സെക്രട്ടറി ആയിട്ട് 14 വർഷം. അപ്പം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മൾ ഫയൽ കൊണ്ടുവന്ന് വീട്ടിൽ ചുമ്മാ ഇന്ന് ഒപ്പിടാനില്ല. അതിൽ സെക്ഷൻ ക്ലാർക്കും അതിൻ്റെ സെക്ഷൻ സൂപ്രണ്ടും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയൊക്കെ റെക്കമെൻഡേഷൻ അതൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞ് ശരിയാണെന്ന് ആക്ടിങ് റൂളും വെച്ച് പഠിച്ച് ആണ് നമ്മൾ ഫൈനൽ ഡിസിഷനിൽ ഒപ്പിടുന്ന അയാളാണ് ഫൈനൽ ഡിസിഷൻ. അല്ലാതെ അതിന് മുമ്പ് ക്ലർക്ക് നന്നായിട്ട് എഴുതിയെന്നോ സൂപ്രണ്ട് നന്നായിട്ട് നോക്കിയെന്നുള്ളതല്ല, ആ ഓഫീസർ എന്ത് തീരുമാനിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മൾ ഈ ഡിസിഷൻസ് എടുക്കുമ്പം ജോലിയെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പെരുമാറ്റം കുട്ടികളെ എങ്ങനെ അപ്പോൾ പഠിക്കാൻ മടിയുള്ള കുട്ടി, എടാ എൻ്റെ പപ്പ ഈവൻ ഹീസ് ഇൻ ഹിസ് 40s or 45 ഈസ് ലേണിങ്, ഈസ് റീഡിങ്, ഈസ് നോട്ടിങ്, റൈറ്റിംഗ്. ഓ മൈ ഗോഡ്, ദാറ്റ് മീൻസ് ഐ ഷുഡ് ഫോളോ ഹിം അല്ലേ. ഞാനും അതെ, അവൻ തന്നെ പഠിക്കാൻ അവനെ ഉപദേശിക്കണ്ട. അപ്പം ഊണ് കഴിക്കുമ്പോൾ പറയാം, മോനെ ഊണ് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കുക, പക്ഷേ നിനക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് നോക്കിക്കോ കേട്ടോ, കുഴപ്പമില്ല. യെസ് പപ്പ, എനിക്കിന്നേ ആ ഹിസ്റ്ററി ടീച്ചർ എടുത്ത ആ വിഷയം അങ്ങോട്ട് ശരിക്കും ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, 5 മിനിറ്റ് എടുക്കട്ടെ. എടുക്കടാ പോയി. അവൻ പഠിക്കുക, ആ പഠിത്തം ഉണ്ടല്ലോ അത് റെക്കോർഡ് ചെയ്യപ്പെടുക അവൻ്റെ മനസ്സിൽ, പിന്നെ ഒരിക്കലും അവൻ മറക്കില്ല ജീവിതത്തിൽ. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പെരുമാറ്റം, ഞാൻ വീണ്ടും വരികയാണ്, മെസ്സി ടീം ഇനിയിപ്പോൾ ഫൈനലുണ്ട്, നിങ്ങൾ കാണാതിരിക്കരുത്. കഴിയുമെങ്കിൽ അത് സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് കാണാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളെയും കൂട്ടണം. കാര്യം അതിനകത്തൊരു വലിയ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്, ലീഡർഷിപ്പ്. ഇപ്പം 3 ഗോൾ ഞാൻ ഓർക്കുക, 2 ഗോളിന് ലീഡെന്നൊക്കെ പറഞ്ഞാൽ ഫുട്ബോളിൽ സംബന്ധിച്ച്, ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ സംബന്ധിച്ച് അതൊരു വമ്പൻ ലീഡാണ്. ഇന്നുവരെ അങ്ങനെ ആരും സർവൈവ് ചെയ്തിട്ടില്ല, വളരെ ചുരുക്കം പേരാണ്. ആ സമയത്ത് പോലും അർജൻറ്റീന ബോൾ പാസ് ചെയ്യുന്നത് വളരെ കാമായിട്ട് അവർ ലീഡ് ചെയ്യുന്നു, മറ്റവർ പുറകെ നിൽക്കുന്നുള്ള രീതിയിൽ അവർ ബോൾ ലീഡ് ചെയ്ത് വിടുന്നു, മിസ് പാസ് ഇല്ല, കറക്റ്റ് പോവുക. ഞാൻ അന്തം വിടുക, ഒരു ശകലം പോലും ടെൻഷൻ അവരെ ബാധിച്ചിട്ട്. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പം അവർക്ക് അവരുടെ ധൈര്യം, ഞങ്ങളുടെ മെസ്സി കൂടെയുണ്ട്, ഞങ്ങളുടെ അപ്പ കൂടെയുണ്ട്, എൻ്റെ അപ്പ കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണ് അവരെ അത്രയും ചൊടിയോടെ അത്രയും ഡിസിപ്ലിൻഡായിട്ട് മുമ്പോട്ട് പോകാൻ കാരണമായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിലും നമുക്ക് ചെയ്യാം, നമ്മുടെ ഓഫീസിലും ചെയ്യാം. നമ്മൾ ഓഫീസറാണെങ്കിൽ ഓഫീസർ എന്നല്ലേ ബിഹേവ് ചെയ്യണം. നമ്മൾ തമാശ പറയുന്നതും കളി പറയുന്നതും ഒരു കുഴപ്പമില്ല, പക്ഷേ അവരോടൊപ്പം കൂത്താടാനൊന്നും പോകരുത്, മദ്യപിക്കാനോ അങ്ങനെ പോകരുത്. നമ്മൾ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ള നിലയിൽ അല്പം അകലിച്ച ഉള്ളിൽ പാലിക്കണം, മനസ്സിലായത്. അതുപോലെ ഞാൻ ഓഫീസറായിരുന്നപ്പം എൻ്റെ ഓഫീസിൽ 9:55 ഒരു സ്റ്റാഫ് മീറ്റിംഗ് കൂടും. സ്റ്റാഫ് മീറ്റിംഗ് നോട്ട് ഫോർ എവരി വൺ, ഓൺലി ഫോർ ഓഫീസേഴ്സ്. സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സൂപ്രണ്ട്, ഹെഡ് അക്കൗണ്ടൻറ്റ്, ഇത്രയും പേരേ ഉള്ളൂ. ഞങ്ങൾ കുടുംബം പ്രസിഡൻറ്റ് പറയും, പ്രസിഡൻറ്റും മേലെ വന്നിരിക്കാൻ കേട്ടോ 5 മിനിറ്റ്. ഞാൻ അവർക്ക് വരെ ചായ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് ഞങ്ങളെല്ലാവരും അന്നെന്ത് ചെയ്യണമെന്നാണ് നോക്കുന്നത്. വിവരാവകാശം ഉണ്ടെങ്കിൽ അതിൻ്റെ സൂപ്പറിനോട് ചോദിക്കും, അങ്ങനെ ഫയൽ വല്ലതും പെൻഡിങ് ഉണ്ടോ, ഇല്ലില്ല. അടുത്ത് കോർട്ട് കേസ് വല്ലതും പെൻഡിങ് ഉണ്ടോ, ഹൈക്കോടതിയിലെ കേസ്, വലിയ പഞ്ചായത്തിലാകുമ്പോൾ ഹൈക്കോടതി കേസ് കാണും. ഇല്ല സാർ, എല്ലാം റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ അങ്ങ് ചോദിക്കുക. അതുപോലെ മറ്റു പേർക്ക് എത്ര അപേക്ഷ ഇന്നലെ വന്നു, എത്ര കൊടുത്തു, ഏതെങ്കിലും അപേക്ഷ കൊടുക്കാതെ ഉണ്ടോ, ഏതെങ്കിലും ലോങ് പെൻഡിങ് കേസുണ്ടോ, ആ ലോങ് പെൻഡിങ് കേസസ് ഏതൊക്കെയാണ്, ഓക്കെ. അക്കൗണ്ടിനോട് ഏതെങ്കിലും ബില്ല് മാറിപ്പോകാനുണ്ടോ. അപ്പോൾ സാറേ 3 ബില്ല് റിക്വസ്റ്റ് വന്നു, ഞാനത് സാറ് പ്രസിഡൻറ്റിന് കൊടുത്തു, എന്നില്ല. അപ്പോൾ ഞാൻ പ്രസിഡൻറ്റിനെ വിളിച്ച് ചോദിക്കും, എന്താ 3 എണ്ണം കിടപ്പുണ്ടല്ലോ. ഞാൻ വന്നാൽ പറഞ്ഞു, അത് അന്ന് തന്നെ ബില്ല് പേയ്മെൻറ്റായി പോകും. അപ്പോൾ അങ്ങനെ ആ അന്നത്തെ പ്രോഗ്രാം അവിടെ ചാർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം
അവരെല്ലാം അവരവരുടെ സീറ്റിൽ ഇപ്പോൾ അവരവരുടെ ജോലി ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഓവറോൾ സൂപ്പർവിഷൻ മാത്രം. ഞാനിങ്ങനെ ഫീൽഡിൽ പോവുകയോ അല്ലെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളല്ല ഫീൽഡിൽ പോവുമോ, എൻ്റെ സ്റ്റാഫിനെ ഞാൻ എൻഗേജ് ഇരിക്കുക മുഴുവൻ കേസിലും. ഞാൻ ഐ എം എ ലീഡർ ദർ, സൂപ്പർവൈസ്. അപ്പോൾ എനിക്ക് സമയമുണ്ട് മറ്റുള്ളവരെ കാണാം, ആക്ടിങ് റൂളും പഠിക്കാം. അല്ലാതെ ഏത് നേരവും കുനിഞ്ഞിരുന്ന് ഓഫീസർമാർ എഴുതുകയല്ല വേണ്ടത്. ആക്ട് ലൈക്ക് ആൻ ഓഫീസർ. ഓക്കെ, അതായിരുന്നു എൻ്റെ അനുഭവം. ഞാൻ അപ്പോൾ എന്താ അവരത് കണ്ടുപഠിച്ചു. ഇന്ന് എന്നെ കണ്ടുപഠിച്ച എത്രയോ ഓഫീസർമാരുണ്ടെന്നറിയാമോ? ഞാൻ അവർക്ക് കൊടുത്ത ട്രെയിനിങ് അത്. ഓക്കെ, അപ്പം നമ്മൾ എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി പുള്ളി മുണ്ടക്കയത്ത് നിന്ന് വരുന്ന, മുണ്ടക്കയല്ല കാഞ്ഞിരപ്പള്ളിക്ക് മുണ്ടക്കത്തിനിടയ്ക്ക് പുള്ളിയല്ലേ. ഞാൻ പറയുക ഞാൻ കോട്ടേജ് എൻ്റെ കാർ അവിടെ നിർത്തിയിടും. ഞാൻ പറഞ്ഞു താൻ വന്നിട്ട് പോവാം. അയാൾ വന്ന് എൻ്റെ കാറെ കയറ്റിയിട്ട് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകും. കുറേ ആയപ്പോൾ അയക്ക് മനസ്സിലായി ആ സമയത്ത് വന്നേ. അപ്പോൾ പിന്നെ അയാൾ വരാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഗുണം ആ ദിവസം മുഴുവൻ ആ പവർ നിൽക്കുമെന്നുള്ളതാണ്. ഒരു പെയിൻറ്റിങ് കേസും വരികയല്ല. ഇപ്പോൾ വിലാവകാശത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ശിക്ഷ വരും. 10,000 രൂപ, 25,000 രൂപ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കോർട്ട് കേസ് അതിൻ്റെ റിപ്പോർട്ടുകൾ യഥാസമയം കൊടുത്തില്ലെങ്കിൽ, അഫിഡവിറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ അത് സമർപ്പിക്കുമ്പോൾ ആ പ്രശ്നം. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ഇത് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഭവനത്തിലും ഇത് തന്നെ വരും. അതായത് നമ്മൾ ഒരു മോഡൽ അപ്പ ഉണ്ടെങ്കിൽ അല്ലെ അമ്മ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമാണ്. ഇപ്പോൾ ഈ മെസ്സിയുടെ കളി, മെസ്സി കളിക്കണ്ട, മെസ്സി കൂടെ ബോൾ പാസ് ചെയ്ത് നിന്നാൽ മതി. മെസ്സി മിഡ് ഫോർവേഡായിട്ട് നിന്നപ്പം ഫോർവേഡ് പ്ലേയേഴ്സ് വേറെ കയറി കളിച്ചപ്പം അവർക്ക് എന്തു പറ്റി? അവരെല്ലാം തലേദിവസം വൈകിട്ട് വരെ തീരുമാനിച്ചത് മെസ്സിയെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്നാണ്. മെസ്സിയെ അനക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെസ്സി അനങ്ങുന്നില്ല, മെസ്സി മിഡ് ഫോർവേഡായിട്ട് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് അവിടെ വന്ന് തടയാൻ പറ്റുമോ? വളരെ ബ്രേവ്ലിയായിരുന്നു അവരുടെ പ്ലാനിങ്. അങ്ങനെ വിജയിച്ചത്. ഇംഗ്ലണ്ട് മോശം ടീമൊന്നുമല്ല, അധികായന്മാരാണ്. പക്ഷേ അതേപോലെ തന്നെ ബുദ്ധിയും വേണമല്ലോ. ബുദ്ധി കാണിച്ചത് അർജൻറ്റീന. എന്തായാലും ഫൈനൽ കളി നടക്കുമ്പം നിങ്ങൾ കാണാതിരിക്കരുത്, കാണണം. മെസ്സിയെ ആരാധിച്ചുകൊണ്ട് കാണണ്ട, പക്ഷെ മെസ്സിയിലെ ആ ഒരു തന്ത്രജ്ഞനെ നിങ്ങൾ കാണണം. നിങ്ങളുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, ഒരു ജീവിതത്തിൽ ഒരപ്പനും അമ്മയും ചെയ്യേണ്ട കാര്യം എന്താ? അപ്പനും അമ്മയും സമ്പാദിച്ച് കൂട്ടി സ്പൂൺ ഫീഡിങ് ബേബിയായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ തീരുമ്പോൾ അവരും തീരും. അങ്ങനെ പല കുടുംബങ്ങളെ എനിക്കറിയാം. ഈ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഓഫീസർ എന്നുള്ള നിലയിൽ വലിയ വലിയ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. പലരും എൻ്റെ സ്നേഹിതരുമാണ്. അപ്പോൾ അവർ പറയും തെറ്റുപറ്റിപ്പോയി. കുഞ്ഞിന് വായിൽ ഭക്ഷണം കോരി കൊടുത്തുകൊണ്ടിരിക്കുക. SLC പരീക്ഷ എഴുതാൻ പോകുന്ന മകന് അമ്മ ഭക്ഷണം ഉരുട്ടി വായി വെച്ച് കൊടുത്ത് വിടുക. ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെടുമോ? അവനെ കുഞ്ഞിൽ തന്നെ ഭക്ഷണം വാരി കഴിക്കാൻ പഠിപ്പിക്കണം. അവൻ്റെ സ്വന്തം പൂച്ചയെ പോലെ ആയിരിക്കണം. പൂച്ച എങ്ങനെയാണ്? ആദ്യത്തെ ഒരാഴ്ച ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. ഹായ്, ഗുഡ് മോർണിംഗ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴോ കുഞ്ഞുങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു തട്ട് കൊടുക്കും കാലുകൊണ്ട്. അപ്പോൾ അവൻ തെറിച്ചു പോവും. ഉടനെ അവൻ അവിടെ നിന്ന് മുറുമിയിട്ട് വീണ്ടും ഓടി വരും. കുറച്ച് നേരം പാല് ഒന്നുകൂടെ ഒരു അലോസരപ്പെടുത്തുക. അടുത്തവൻ ഇങ്ങനെ ഈ ഒരാഴ്ചയുള്ള അലോസരപ്പെടുത്തുക. 2 ആഴ്ചയായി, 3 ആഴ്ച വരുമ്പോൾ ഒറ്റ തൊഴിയുക, തെറിച്ചു പോവും. അവൻ തിരിച്ചു വരും, ഒരു തൊഴിയുടെ കൊടുക്കും. 3ാമത് വരുമ്പോൾ അപ്പോൾ അവന് മനസ്സിലായി അമ്മയുടെ അമ്മിഞ്ഞ പാൽ ഈസി ഗോയിങ് അല്ല, വി മസ്റ്റ് ഡൂ സംതിങ് ഫോർ ദാറ്റ്. അപ്പോൾ അവന് ഇങ്ങനായി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മയുടെ പണിക്ക് പോകും. ഉമ്മാർ അവരവരുടെ കാര്യത്തിന് പോകണം, ഭക്ഷണം തേടി കണ്ടുപിടിക്കണം. അതിനിടയ്ക്ക് ഹണ്ടിങ്ങൊക്കെ പഠിപ്പിക്കും, മരത്തെ കയറാൻ പഠിപ്പിക്കും. ഇതെല്ലാം ഈ അമ്മ ചെയ്യും. പക്ഷേ ജീവിതകാലം മുഴുവൻ നിനക്കിതൊക്കെ ചെയ്തു തരാമെന്ന് അമ്മ പറയുന്നില്ല. മനുഷ്യന് പറ്റുന്ന തെറ്റും ഇത് തന്നെയാണ്. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവന് വാരിക്കൊടുക്കും, അവൻ വളരുമ്പോൾ അവനോടൊപ്പം നിൽക്കും. ഹോംവർക്ക് ചെയ്യുന്നത് അമ്മമാരാണ്. മോൻ ക്ഷീണിക്കുമെന്നാണ് പറയുന്നത്. കാസ്യം എടുക്കുന്ന പേര്, പക്ഷേ ജീവിതത്തിൽ അവൻ മഹാപരാജയമായിരിക്കും. അതുപോലെ പഠിത്തം കഴിഞ്ഞു ജോലിക്ക് ചെല്ലുമ്പം അവന് ഒന്നിനും ഒരു കഴിവാണ്. ഇവരൊരു മണ്ടൻ ഓഫീസർ. നമുക്ക് IAS പോലും മണ്ടന്മാരായിട്ട് എഴുതി തള്ളുന്ന ആൾക്കാരുണ്ട്. കാരണം അവൻ പഠിച്ചു, UPSC പരീക്ഷ പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി, അവന് പക്ഷേ വ്യക്തിനിഷ്ഠമായ കഴിവില്ല. ഈ ചെട്ടിമിടുക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ചെട്ടിമിടുക്കില്ല. ഒരു ക്യൂ ആണ്, ആ ക്യൂവിനിടയിൽ കൂടെ നിന്ന് കാര്യം നേടാനുള്ള ഒരു കഴിവ്. ഒരു മീൻ മേടിക്കാൻ പോയാൽ അതിൻ്റെ ചെകിളൊന്ന് പൊളിച്ച് കാണിച്ചെന്ന് പറയാനുള്ള തൻ്റെ ഇടം.
അയാൾ വല്ലതും പറയൂ, അയാൾ തരുന്ന അങ്ങനെയല്ല. പണം കൊടുക്കുന്ന നമ്മളാണ്, നമുക്കത് പരിശോധിക്കാൻ അവകാശമുണ്ട്. ആ ചെളിയൊന്ന് മാറ്റിക്കുക, ആ ചെകിളയൊന്ന് മാറ്റിക്കുക, നോക്കട്ടെ. ചെകിള റെഡാണെങ്കിൽ മീൻ ഫ്രഷാണ്. ഈ കുട്ടിക്ക് അറിയാമോ? അത് അവനെ പഠിപ്പിച്ചിട്ടില്ല, അവനറിയത്തില്ല. അങ്ങനെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വി മസ്റ്റ് ടീച്ച് ദം ഇൻ ദി പ്രോപ്പർ ടൈം. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ, ഏതൊരു കാര്യത്തിൽ കഴിവുണ്ടാകും. ചെറിയ ചെറിയ ജോലികൾ അവനെ ഏൽപ്പിക്കണം. അയ്യോ ഗ്ലാസ് എന്താ പൊട്ടട്ടെന്നേ, ഗ്ലാസ് കഴിഞ്ഞ് വീണ് പൊട്ടട്ടെ, അവൻ്റെ പാത്രം അവൻ കഴുകട്ടെ, അവൻ കഴുകും പ്ലേറ്റ് പൊട്ടിയാൽ പൊട്ടട്ടെ, പുതിയത് മേടിക്കാമല്ലോ. ജീവിതകാലം മുഴുവൻ ഈ പഴയ പ്ലേറ്റ് ഉണ്ണണം നിർബന്ധമുണ്ടോ? ഒന്നിനും. അവൻ പോയി ഒരിക്കൽ എൻ്റെ മോനെ ഞാൻ ഇറച്ചി മേടിക്കാൻ വിട്ടു. ഞാനപ്പുറേ വണ്ടിയായിട്ട് ഇരിപ്പുണ്ട്. അവൻ പോയി ഇറച്ചി മേടിച്ചിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ പായ്ക്കൊന്ന് അഴിച്ച്. പാപ്പ വീട്ടിൽ ഞാൻ അഴിക്കട നോക്കിയും അയാൾ കാര്യമായിട്ട് കൊച്ചനെ പറ്റിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, നീ ഒന്ന് ചോദിക്കുന്നത് ചേട്ടാ, ഇത് ഞാൻ ഇറച്ചിയല്ലേ ചോദിച്ചത്, ഈ നെയ്യും ചവും അല്ലല്ലോ. പപ്പ പറഞ്ഞു നെയ്യും ചവും അങ്ങ് എടുത്തു, അത്ര ഇറച്ചി നിങ്ങൾക്ക് ലാഭമായിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്കിത് കുറച്ച് തരാൻ പറയും. അയാൾ അവനെ നോക്കി അവൻ ആ നെയ്യും എല്ലാം എടുത്ത് മാറ്റി. ഇപ്പം ഇറച്ചി ഡിമാൻഡ് ചെയ്തില്ല, 100-200 ഗ്രാം അവൻ അതിൽ പറ്റിച്ചിരിക്കുക. പക്ഷേ അയാൾക്ക് നാണക്കേട് തോന്നി. അയാൾ ആ 200 ഗ്രാം ഇറച്ചി കട്ട് ചെയ്ത് ആ കൂടെ വെച്ചു പാക്ക് ഇടമെടുക്കാമെന്ന് പറഞ്ഞ് വിട്ടു. എൻ്റെ മോൻ അന്ന് പഠിച്ചതെന്താ? നിങ്ങൾ പറ. എങ്ങനെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യം കിട്ടണം. അവൻ പഠിച്ചു. അത് പിന്നെ ഒരിക്കലും അവൻ ഇറച്ചി മേടിച്ചാൽ നോക്കി നിൽക്കും, മീൻ മേടിച്ചാൽ നോക്കി നിൽക്കും, ഓരോ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കും, കേടുപറ്റിയത് വാങ്ങിച്ചുകൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കും. ഇതാണ് ജീവിതത്തിൽ നമ്മൾ പകർന്നു കൊടുക്കേണ്ട കാര്യം. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ നമുക്ക്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത മെസ്സിയുടെ കളി ഫൈനൽ കാണാൻ ഒരുങ്ങാം. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. കാണുമ്പോൾ തന്നെ അപ്പനും അമ്മയും മാറിയിരുന്ന അല്ല കുഞ്ഞുങ്ങളോടും പറഞ്ഞു, മോനെ മെസ്സി ചേട്ടായിയുടെ കളിയുണ്ട് വാന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി കാണിക്കണം. ആ കളിയിൽ ചില കാര്യങ്ങൾ അവൻ പഠിക്കും. ഒരു നേതാവാകാൻ പഠിക്കും, ഒരു അനുയായിയാകാൻ പഠിക്കും, പോരാളിയാകാൻ പഠിക്കും, പോരാട്ട വീര്യം ഉണ്ടാകും. അപ്പം അങ്ങനെ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.